ചെയ്തിട്ടുണ്ട്. അപ്പോ 18-ാം തീയതിന്റെ ഫസ്റ്റ് ഘട്ടത്തിലൊക്കെ ക്യാമ്പ് മഞ്ചേരി സഭാ ഹാളിലായിരുന്നു. അവിടുത്തെ പ്രിയങ്കരനായ MLA ലത്തീഫ് സാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കുട്ടികൾ, ഇത്തരം രക്ഷിതാക്കൾക്ക് ആശ്വാസമാക്കുക, അവർക്ക് കരുത്താക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾക്ക് എന്റെ കുട്ടിയെ ഒറ്റക്ക് മാറ്റി നിർത്തി താമസിപ്പിക്കാൻ പറ്റുന്നത് നിങ്ങൾ മനസ്സിലാവുന്നത്. അപ്പൊ കുട്ടികള് നമ്മളിൽ നിന്ന് മാറ്റി നിർത്താൻ വിപത കാണിക്കരുത് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ അന്തസ്സായിട്ട് അവർ തിരുവനന്തപുരത്ത് ഒറ്റക്കാണ് വരുന്നത്. ഒരാൾ രക്ഷിതാക്കളില്ല, രണ്ടും പുറത്തൂരുള്ള കുട്ടിയും കോട്ടക്കലുള്ള കുട്ടിയൊക്കെ ഇങ്ങനെ ഒറ്റക്കാണ് വരുന്നത്. അവർ തിരിച്ച് അങ്ങോട്ടും ഒറ്റക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ജോലിയും അതുപോലെ തന്നെ അവർക്കൊരു കൈത്താങ്ങ്, അവരെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ്. പലപ്പോഴും ഈ ക്യാമ്പിൽ നിന്ന് സാറ് വിശദീകരിക്കും. ക്യാമ്പിൽ പങ്കെടുത്ത പല കുട്ടികൾക്കും ഉന്നത ജോലി നേടിക്കൊണ്ടിരിക്കും. നമുക്കറിയാം കോട്ടക്കലിൽ ഒരു പയ്യൻ, അവന്റെ ഇൻഡസ്ട്രിയിൽ അവൻ ആ മേഖലയുമായി ബന്ധപ്പെട്ട് വെൽഡിങ്ങും കാര്യങ്ങളും പഠിച്ച് അവനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കുട്ടികൾ, പുറത്തുള്ള കുട്ടികളൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് പരിപാടി ലക്ഷ്യമിക്കുന്നത് നമ്മള് നേരത്തെ ഈ തിരുവനന്തപുരമായി ചേർന്ന് നമ്മുടെ ഉപകരണ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് പരിപാടി നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളെ ഉന്നതിയിലെത്തിക്കുക എന്നുള്ളത്. MLA-യോട് നമുക്ക് അപേക്ഷിക്കാറുള്ളത് ഈ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ അവര് +2 കഴിഞ്ഞാൽ പിന്നെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൊടുക്കുകയാണ്. അവർക്ക് തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം കോളേജുകളിലൊക്കെ ഒരു സീറ്റൊക്കെ സമ്മർദ്ദത്തിന് കിട്ടുക. പിന്നെ ഈ കുട്ടികൾ തള്ളപ്പെടുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് സാർ മുന്നിൽ ഒരു കാര്യം പറയാനുള്ളത്, ഒരു മണ്ഡലാടിസ്ഥാനത്തിലേക്ക് ഒരു പുനരധിവാസ കേന്ദ്രം അത് MLA ഫണ്ട് ഉപയോഗിച്ച് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവരും സഹകരിച്ചുകൊണ്ട് MPകൾക്ക് സഹകരിച്ചുകൊണ്ട് ഈ കുട്ടികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ, അവർക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാക്കുന്ന രീതിയിൽ അവരെ ഒരു സ്വയം പര്യാപ്തയിൽ എത്തിക്കാനുള്ള ഒരു കേന്ദ്രങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കേണ്ട കാര്യം അഭിപ്രായിച്ചിരിക്കുകയാണ്. കാരണം ഈ രക്ഷിതാക്കൾക്ക് അറിയാം, +2 കഴിഞ്ഞാൽ ഈ കുട്ടികൾ വീണ്ടും നമ്മൾ അകത്തളങ്ങളിൽ വരികയാണ്. ഒരു അകത്തളത്തിൽ വന്നാൽ പിന്നെ അവര് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം സമൂഹത്തിന് പരിഹാസം, അല്ലെങ്കിൽ ഇവരെ ജോലിക്കൊന്നും മാറിയിരിക്കുന്നില്ല. കാരണം അത് കണക്കൂട്ടാൻ അറിയില്ല. ഒരു വീടിൽ സാധനം 500 ഗ്രാം പഞ്ചസാര കൂട്ടി കൊടുക്കാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ പച്ചക്കറി ഇട്ട് കൊടുക്കാൻ അറിയില്ല, അതിന്റെ സാധനം ഗോൾഗേജ് വേറെ അറിയുന്നില്ല. ഇങ്ങനെ പല പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇവർ വീണ്ടും 4 ചുമരുകൾക്കുള്ളിൽ തടഞ്ഞപ്പെട്ടു. പിന്നെ ഒരു 40% പിന്നെ കുറച്ച് 2 മണിക്കൂറായിട്ട് ഈ രീതിയിൽ ആയതുകൊണ്ട് ഇവർക്കൊരു കേന്ദ്രം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഓരോ മണ്ഡലം വേണ്ടേ, നമുക്ക് വേണ്ടേ, ഓരോ മണ്ഡലങ്ങളിൽ വേണം. അതിനുള്ള സാറ് ഭാഗത്ത് നിന്ന് അതിനുള്ള മാർഗം ഉണ്ടാകണമെന്നും ഈ സമക്ഷത്തിൽ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ വലിയൊരു ചോദ്യചിഹ്നമാണ് രക്ഷിതാക്കൾ മരിച്ച കുട്ടികൾ. പലപ്പോഴും നമ്മൾ പറയുന്നതാണ് അച്ഛനമ്മയും മരിച്ച കുട്ടികൾ. ഈ കുട്ടികളെ പിന്നീട് ഏറ്റെടുക്കാൻ ഇവിടെ കേന്ദ്രങ്ങളില്ല. പലപ്പോഴും നമ്മളെ മക്കൾ, അച്ഛനും അമ്മയും മരിച്ച മക്കൾ പല പഞ്ചായത്തുകളിലുണ്ട്. അവർക്ക് അവരെ പുനരധിവസിക്കാൻ അല്ലെങ്കിൽ അവരെ എല്ലാ ഫെസിലിറ്റിയോടും കൂടി സംരക്ഷിക്കാൻ സർക്കാരിന്റെ വക ജില്ലയിൽ ഒരു കേന്ദ്രമെങ്കിലും വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ രീതിയിലുള്ള ഇടപെടൽ MLA-ന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ കൂടുതൽ നീട്ടി പറഞ്ഞ് മറ്റും സംസാരിക്കുന്നില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കാം. ആസ്വദിക്കുക എന്നുള്ളതാണ് ഇതിൽ അത്ഭുതമായിട്ടുള്ള കർത്തവ്യം. ഈ വേദിയിൽ നമ്മുടെ അധ്യക്ഷം വഹിക്കുന്നത് പ്രിയങ്കരനായ നമ്മുടെ മലപ്പുറം ജില്ലാ പരിപാടിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീധരൻ കോട്ടക്കലാണ്. ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ തിരൂരിന്റെ MLA നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉൾക്കൊള്ളി വിദ്യാസാഹിബ് അറിയാത്ത ആളില്ല. നമ്മുടെ ഞാൻ നേരത്തെ 2 കൊല്ലത്തിന്റെ സൗജന്യത്തിലുള്ള ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത സാറാണ്. സാറെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആദരപൂർവ്വം ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ രക്ഷിതാക്കളുള്ള ക്ലാസ് അത് ഈ റിയാലിറ്റേഷൻ ഓഫീസർ FCS-ന്റെ തിരുവനന്തപുരം നാഷണൽ കെയർ സർവീസ് സാറാണ്. ആണ് അദ്ദേഹത്തെ യാത്രകളൊക്കെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. അദ്ദേഹത്തിന്റെ വേദിയിൽ നമ്മുടെ ജില്ലാ നേതാക്കളായ കുമാർ ജില്ലാ അതുപോലെ സിദ്ദീഖ് മാളിയേക്കൽ ജില്ലാ അസിസ്റ്റന്റ്, ബക്കർ മാഞ്ചേരി ജില്ലാ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ തബന തിരൂര് ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ, റോബിൻ സെക്രട്ടറി, റഫീഖ്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗമായ ഇവരൊക്കെ
എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ നേരത്തെ തന്നെ എത്തിച്ചേർന്ന നമ്മുടെ രക്ഷിതാക്കളും മക്കളും എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അതോടൊപ്പം അധ്യക്ഷത ക്ഷണിച്ചുകൊണ്ട് എത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വർഷത്തെ NCSC നടത്തുന്ന രണ്ടാമത്തെ ക്യാമ്പാണ്. 2 ദിവസം മുമ്പേ മഞ്ചേരി ആദ്യത്തെ ക്യാമ്പ് നടന്നു. 60ഓളം കുട്ടികളോട് പങ്കെടുത്തു. അതിൽ തന്നെ ഒരുപാട് കുട്ടികൾ നല്ല കഴിവുള്ള കുട്ടികളായിട്ടുള്ള ഒരുപാട് കുട്ടികൾ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ. നമ്മുടെ കുട്ടികൾ വളരെ കഴിവുള്ള ഒരുപാട് മക്കളുണ്ട്. അവർക്കൊക്കെ ഒരുപാട് ജോലികൾ ചെയ്യാൻ കഴിയുകയും ചെയ്യും. പക്ഷെ അവരതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം. കുട്ടിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് രക്ഷിതാവ് തീരുമാനിച്ചാൽ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കുറച്ചൊക്കെ പ്രയാസമുള്ള കുട്ടിയാണെങ്കിലും ഒരു കുട്ടിക്ക് ചെയ്യാൻ കഴിയില്ല രക്ഷിതാവ് തീരുമാനിക്കുന്നതാണ് കുട്ടിക്ക് അത് ചെയ്യാൻ പ്രാപ്തനാവും. ഒരുപാട് കുറച്ചൊക്കെ റിസ്ക് രക്ഷിതാക്കൾ എടുക്കണം. കുട്ടിയെ ഒറ്റയ്ക്ക് തിരുവനന്തപുരത്തോട്ട് നിർത്താൻ കഴിയും, അവരൊറ്റയ്ക്ക് അവിടെ നിർത്തും എന്നുള്ള ആദ്യ രക്ഷിതാക്കൾക്ക് ഉണ്ടായ കുട്ടി അവിടേക്ക് പോയില്ല. ഉള്ളിൽ തന്നെയാണെങ്കിൽ ഇരിക്കുന്നതാണ്. നമ്മൾ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുക. അതിനെക്കുറിച്ച് വിശദമായ ക്ലാസ് നമ്മളവിടെ ചെയ്യും. ക്ലാസ്സിലേക്ക് ഒരു ക്ലാസ് അങ്ങനൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കാം. കഴിഞ്ഞ തവണ NCSC ക്യാമ്പ് കഴിഞ്ഞ് പങ്കെടുത്ത കോട്ടയ്ക്കിലുള്ള ഒരു കുട്ടിയാണ്, പരിചയമുള്ള ഒരു കുട്ടിയാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് വന്നു. എല്ലാ ഒരു സെക്ഷനിൽ വെൽഡിംഗ് സെക്ഷനിലാണ് ജോലി ചെയ്തത്. ജോലി പഠിച്ചത്, സർട്ടിഫിക്കറ്റ് കിട്ടി. എന്നാൽ കുട്ടി സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. കുടുംബത്തേക്ക് വരുമാനം ഉണ്ടാക്കുന്നു. 2-3-4 തവണ അങ്ങനെ സ്വന്തമായിട്ട് തിരുവനന്തപുരത്ത് രക്ഷിതാക്കൾ കൊണ്ടാക്കുകയായിരുന്നു. ലീവിനൊക്കെ വരുന്ന സമയത്ത് തിരിച്ചൊക്കെ അത് സ്വന്തമായിട്ട് കൊണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് രക്ഷിതാക്കൾ കൊണ്ടാക്കുക. ഇപ്പോഴവർ അവസാനമൊക്കെ ആകുമ്പോൾ അവരൊറ്റയ്ക്ക് തിരുവനന്തപുരത്ത് തിരുവിലേക്ക് വരെ തിരിച്ച് കോട്ടയ്ക്ക് സ്വന്തമായിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരവസ്ഥ. ബോർഡ് വായിക്കാനൊന്നും അറിയാത്തൊരു കുട്ടിയായിരുന്നു. ആ കുട്ടികൾ ആ ഒരു തലത്തിലേക്ക് അവർ എത്തിപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് വലിയ കാര്യം. പുതിയൊരു സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളണം. രക്ഷിതാക്കളാണെന്ന് മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്ക് നല്ല മികച്ച പരിശീലനം കിട്ടിയാൽ നല്ല രീതിയിൽ അവർക്ക് പരിശീലിപ്പിക്കപ്പെട്ടാൽ നമ്മുടെ കുട്ടികൾ ഒരുപാട് വളർന്നു വരും. ആ ഒരു തലത്തിൽ പ്രിയമുള്ളവരെ,
നമ്മുടെ MLA നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രിയങ്കരനായ മുക്കോളി മൊയ്തീൻ സാഹിബ് നമ്മുടെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരാളാണ്. കഴിഞ്ഞ നിയമസഭയിൽ ചോദ്യോത്തര വേളയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആശ്വാസകിരണം, അതുപോലെ തന്നെ ഈ പെൻഷൻ വേണ്ടുന്നതിനെ സംബന്ധിച്ച് വളരെയധികം ശക്തമായി തന്നെ നിയമസഭയിൽ ഉന്നയിച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട MLA നിയമസഭയിൽ പറഞ്ഞതിന് മറുപടിയും ഒക്കെ നമ്മൾ എല്ലാവരും കേൾക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയങ്കരനായ ഈ MLAക്ക് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഇതിനോട് സംസാരിക്കും. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. വളരെ ഏറെ മഹത്വമുള്ള ഈ പരിപാടിയുടെ നിയന്ത്രണം ഏൽപ്പിച്ചിട്ടുള്ള പ്രിയങ്കരനായ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ശ്രീധരൻ കോട്ടക്കൽ, ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ സിദ്ദീഖ് ഗുരു, വേദിയിലുള്ള നമ്മൾ സംസാരിക്കാനിരിക്കുന്ന പ്രിയങ്കരനായ സുഹൃത്തുക്കൾ ഗിരീഷ്, ദീജി, വേദിയിലുള്ള കൃഷ്ണകുമാർ തെരുവരം, സിദ്ദീഖ് മാളേക്കൽ, ബക്കർ മാളഞ്ചേരി, റഫീഖ് മംഗലം, ഫൈസൽ വട്ടം, ഷബിന നജ്മുദ്ദീൻ, മറ്റു പ്രിയങ്കരായിട്ടുള്ള വേദിയും സദസ്യമായിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വളരെ ദീർഘമായി സംസാരിച്ച് ഞാൻ മുതിരുന്നു. കുറച്ച് താമസിച്ചാണ് ഞാൻ എത്തുന്നത്. അത് എൻ്റെ കുറ്റം കൊണ്ട് തന്നെ. കാരണം 10 മണിക്ക് പരിപാടി തന്നെ എത്തിച്ചത്. ഇത് കഴിഞ്ഞ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് 4 മണിക്ക് ഞാൻ അവിടെ സമയം മാറ്റിയത് രാവിലെ പറഞ്ഞു. അതേ അവർ സമയം മാറ്റി 4 മണിക്കാണ്. അവർ ഞാനൊക്കെ 2-1 ധാരണയ്ക്ക് 10 മണിക്ക് എത്തി. 4 മണിക്ക് ഞാൻ വരാൻ അവരുടെ എനിക്ക് പറ്റിയൊരു അബദ്ധത്തിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളുടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷന്റെ ഭാഷണത്തിലും ഒക്കെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഡിഗ്രി പഠനവുമായി ബന്ധപ്പെട്ടു. അതുപോലെ കുട്ടികൾക്ക് കൂടി അവർക്ക് ഒരു സങ്കേതം ഉണ്ടാക്കി അവരുടെ സ്വയം തൊഴിൽപരമായി ഉയരാനും വികസിപ്പിക്കാനും ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അതിനൊക്കെ MLA ഫണ്ട് ഉപയോഗിക്കാൻ ചില പരിമിതികൾ അതുകൊണ്ട് സർക്കാരിന്റെ അംഗീകാരം കിട്ടി ചെയ്യേണ്ട സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പദ്ധതി തയ്യാറാക്കുക. ആ പദ്ധതികളുടെ ചെലവ് കാര്യങ്ങളുണ്ട്. ഈ പദ്ധതി പക്ഷേ ഞാൻ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ പ്രത്യേകം അഭിനന്ദിക്കാനായി. ഞാൻ ഒരു കണക്കിൽ നിങ്ങൾക്ക് ഭാഗ്യവാന്മാരാണ്. ചില ആളുകൾക്ക് ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടോട് കൂടിയാണ് അത് മാതാപിതാക്കളെ ഇതാവുന്ന ചെലവ് കൊടുക്കാനുള്ള ഓർമ്മ പറ്റിയതോ അതിന്റെ വിഷയമല്ലോ. പ്രസവ വേദന അനുഭവിക്കുന്നത് മാതാപിതാക്കൾ. അപ്പൊ അതുകൊണ്ട് അത്ര വേദന ഉണ്ടാവില്ല. പിന്നെ പരിപാലിക്കാൻ എന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് പ്രവാചകൻ അറിയിച്ചിട്ടുണ്ട് മരണവേദനയുടെ പകുതിയാണ് പ്രസവ വേദന. അപ്പൊ അത്രയും ബുദ്ധിമുട്ടിയാണ് നമ്മുടെ നമ്മുടെ മാതാവ് ഇത്രയും പ്രയാസപ്പെട്ടാണ് നമ്മളാകുന്ന കുഞ്ഞിനെ ഭൂമിയിലേക്ക് ഇറക്കുക. അപ്പൊ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും അനുഗ്രഹീതമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി ജോലികളിൽ പ്രയാസപ്പെടുന്നു എന്നുള്ളത് ദൈവത്തിന് മുമ്പിൽ, നമ്മുടെ ചിട്ടാവിന് മുമ്പിൽ, അള്ളാഹിന് മുമ്പിൽ നിങ്ങൾക്ക് ഒരു പരിഗണന. അപ്പൊ അത് സ്നേഹിച്ചു പോകരുത്. പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ആ വീട്ടുകാരെ പുറത്തു പറയുന്നൊരു നാണക്കാരായിട്ട് ഒരു കണ്ണില്ലാത്ത കുട്ടി, ഒരു ഒറ്റ കണ്ണില്ലാത്ത കുട്ടി, അല്ലെങ്കിൽ തല കുറച്ച് വലുപ്പം, കാലത്തിന് കുറവ്, വലുപ്പക്കുറവ്, ഇതൊക്കെ ഒളിവിലും പറയുന്നത് പുറത്ത് പറയുന്നതിന് പ്രയാസപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതൊക്കെ പഴയ കാലം. ഇങ്ങനെ എന്നാൽ ഇന്നങ്ങനെയല്ല. ഇന്നങ്ങനെയുള്ള കുട്ടികളൊക്കെ സമൂഹത്തിന്റെ ഒരു ഭാഗമായി മാറി. നമ്മൾ അന്ന് ഇതിനെ വികലാംഗർ എന്നൊക്കെ വിളിച്ചിരുന്നു. 77 CH സാമൂഹ്യ ക്ഷേമ വകുപ്പ് വികലാംഗ അന്ന് വികലാംഗർ പരസ്യമായി തന്നെ വിളിച്ചത്. ഇപ്പൊ അത് വിളിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വിളിച്ചല്ലോ. അങ്ങനെ പിന്നെ അംഗപരിമിതർ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അതും ഇപ്പോഴാണ് ശരി ഭിന്നശേഷി, വിഭിന്നമായ ഒരു ശേഷിയുള്ള കുട്ടികൾ തന്നെയാണ്. അത് നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് കാണിച്ചു. നമ്മുടെ ദൈവം നമ്മുടെ സിട്ടാവ് നമുക്ക് വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട്. വ്യത്യസ്തങ്ങളായ അത് രൂപഭാവത്തിലാവാം, ബുദ്ധിവൈഭവത്തിലാകാം, ക്രിയാരീതിയിലാകാം,
സംസാരത്തിലാകാം, പെരുമാറ്റത്തിലാകാം, പല രീതിയിലുള്ള കഴിവുകൾ ദൈവം നമുക്ക് മനസ്സിലാവും. അത് ചെവി കേൾക്കാത്തവരുണ്ട്, സംസാരശേഷി ഇല്ലാത്തവരുണ്ട്, കൈകാലുകളില്ലാത്തവർക്ക് പോലും ഉണ്ട്. കയ്യും കാലില്ലാത്ത കുട്ടി ചുണ്ടിൽ ബ്രഷ് പിടിച്ച് ചിത്രം വരയ്ക്കുന്നത് നമുക്ക് കണ്ടിരിക്കും. കയ്യില്ലാത്ത കുട്ടി കാലിന്റെ വിരലിൽ ബ്രഷ് പിടിച്ചുകൊണ്ട് ചിത്രം വരയ്ക്കുന്നത് മനോഹരമായി ചിത്രം വരയ്ക്കുന്നത് കാണുകയും ഈ കഴിവുകൾ കാലം അത് ഇങ്ങനെ വ്യത്യസ്തമായ കഴിവുകളുള്ളവരുടെ ഒരു ഭാഗമാണ് ഭിന്നശേഷി എന്ന പേര് വന്നത്. നമുക്ക് ഇന്ന് അഭിമാനിക്കാം. അപ്പോൾ യുഎന്നിൽ തന്നെ ആ പേര് അംഗീകരിച്ചിട്ടുണ്ട്, മുന്നോട്ട് പോകുന്നു. ആ പേര് കണ്ടുപിടിച്ച് നമുക്ക് സംരക്ഷിക്കാം. എന്നാൽ ഇങ്ങനെയുള്ള ഒരു കുട്ടികൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അവരെ ഒളിപ്പിച്ചു വെച്ച് ഇതാക്കില്ല, അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കി തന്നെ വളർത്തി കൊണ്ടുവരാനുള്ള മനസ്സ് കാണിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഉദാഹരണത്തിന് ഒരു ഉമ്മയെ ഞാൻ പരിചയപ്പെടുത്താൻ പഴയ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന സുഹൃത്താണ് താനൂർ ബ്ലോക്കിന്റെ പ്രസിഡന്റ്. അവർക്ക് സംസാര ശേഷിയില്ലാത്ത കേൾവിയില്ലാത്ത കുഞ്ഞുണ്ട്. അവർ അങ്ങാടിക്ക് ഇങ്ങനെ പെരുന്നാളിക്കാൻ നടത്തുന്നതാണ്. പക്ഷെ അവരെ സമൂഹത്തിലേക്ക് പല സ്കൂളിൽ കൊണ്ടേ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ശരിയായി. അവസാനം അവര് തന്നെ ഉമ്മ തന്നെ എന്റെ കണ്ട ഒരു വിദ്യാർത്ഥി മരിച്ചുപോയി. ബീനാമുസ്ലിം അയാളുടെ ഈ കുട്ടിയായിട്ട് പോയിട്ട് എന്റെ കുട്ടിക്ക് നിങ്ങളുടെ ഒരു ജോലി കൊടുക്കും. മൂപ്പനാണ് ചിരിച്ചു. ഈ കുട്ടിക്ക് എന്ത് ജോലി എത്തിക്കാതി കൊടുക്കുക അന്ന് ചിരിച്ചു. ചിരിച്ചിനാቸው മൂപ്പരെന്നെ പറഞ്ഞിട്ട് പിന്നെ കിടന്നു ഞാൻ കഴിഞ്ഞു. പെട്ടെന്ന് എനിക്ക് അത് കേട്ടപ്പോൾ ചെയ്യാൻ വന്നത്. പിന്നെ ഞാൻ കരച്ചിൽ പോയി. അങ്ങനെ ഞാൻ അകത്ത് പോയി കണ്ണൊക്കെ തുടച്ചിട്ട് പിന്നെ വന്നത്. പിന്നെ അവൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ അപ്പൊ പറഞ്ഞു എന്റെ കുട്ടി എന്നോടെ വരും. വൈകുന്നേരം എല്ലാ ജോലിക്കാരും പോണ രീതിയിൽ തിരിച്ചു. ചോറൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് കഴിക്കുന്നതൊക്കെ ശരിക്കും കഴിക്കുന്നത് നമുക്ക് നോക്കിയാൽ മതി. ഇവിടെ മോൻ്റെ പറ്റുന്ന ജോലികൾ ചെയ്യിപ്പിച്ചോളെ ശമ്പളം കൊടുക്കും വേണം. പക്ഷെ ഞാൻ അവന്റെ അടുത്ത് തന്നെ പൈസ കവറാക്കി ഉണ്ടായിരുന്നു. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ശമ്പളം കൊടുക്കുന്നത് പോലെ എണ്ണീറ്റ് മറ്റവർക്ക് കൊടുക്കണ പോലെ കൊടുക്കണം. അങ്ങനെ അന്ന് 100 രൂപ 50 രൂപ ഇങ്ങനെ ആ ഒറ്റോട്ടും 2 നോട്ടും 5 നോട്ടൊക്കെ വെച്ചിട്ട് കുറെ നോട്ടാക്കിയിട്ട് അതിങ്ങനെ കവറിൽ പെരുന്നതും ഉണ്ടായിരുന്നു. നാളെ കൊടുക്കാതെ ശമ്പളം കൊടുത്താൽ ഫിനാൻസിലെ എല്ലാവർക്കും ഇതിന്റെ തർക്കം ഒപ്പിടിക്കും. ശമ്പളം കൊടുക്കും. ഇവനെ കൊണ്ട് വേറെ എന്തെങ്കിലും കലാശം ഒപ്പിടിച്ചിട്ട് ഇങ്ങനെ 20 രൂപ 50 രൂപ ഇങ്ങനെ എണ്ണീറ്റ് അത് കട്ടാക്കിയിട്ട് ഉമ്മാരെടുത്ത് കൊടുക്കാൻ വിശീലിച്ചു. അങ്ങനെ കുറെ കാലം ഇങ്ങനെ ചെയ്യുന്നത് പോലും നാട്ടിലറിയുന്നത് ഫിനാൻസിൽ പറയപ്പെടും. അങ്ങനെ ഓരെക്കൊണ്ട് ഓനെ സ്വയം പര്യാപ്തിയാക്കി ഉമ്മത്. അങ്ങനെ ഓനെ അങ്ങനെ അവര് ഒന്നായി കുളിച്ചു ഒരുങ്ങി കുടുംബപ്പെട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ പര്യാപ്തി ഇങ്ങനെ നടക്കുന്നതിന് പ്രത്യേക സ്റ്റൈല. കുഞ്ഞുമോനെ വിളിക്കല്ല. ആ കുഞ്ഞുമോൻ പോലും ഓൻ വൈകുന്നേരം പോയി ജോലി കഴിച്ചിട്ട് ഇപ്പം ഭക്ഷണം കഴിക്കുന്ന അതത് മറ്റത് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി പഠിച്ചു. പിന്നെ അവസാനം അവിടുന്ന് പ്രസ്സിലെ ജോലി കഴിപ്പിച്ചു. പ്രസ്സിൽ ഇങ്ങനെ കടലാസാൻ വെക്കാനൊക്കെ അങ്ങനെ ചെയ്യിപ്പിച്ചു. അവസാനം ജോലിയുമായി പൊരുത്തപ്പെട്ടു. ചെറിയ ശമ്പളമൊക്കെ അവസാനം കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾ പൈസ കൊടുത്തേക്കാൻ പറ്റും. അങ്ങനെ കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം അവിടെ പഞ്ചായത്ത് ഓഫീസിൽ കൊച്ചിക്കാരൻ അസിസ്റ്റന്റ് പേര് വളവൂർ പഞ്ചായത്ത് സെക്രട്ടറി അവരുടെ ഒരു വീട്ടിൽ വാടകയ്ക്കാൻ താമസിച്ചു. അതിന് പക്ഷേ കുടുംബമാരോട് അവർ മുന്നേറ്റില്ല. കുടുംബത്തില് തമാശയായി അവര് പറഞ്ഞു വേണമെന്ന് ബേജാറാവണ്ട, ഒരാരോഗ്യമുണ്ട്. ഓനെ ഒരു വളരെ പാവപ്പെട്ട കെട്ടിക്കാൻ കഴിയുന്ന ഏതെങ്കിലും കുടുംബങ്ങളുണ്ട്. പ്രായം നമുക്ക് അവിടെ പോയിട്ട് വീടുകൾ പോയിട്ട് ഈ കുട്ടിനെ പരിചയപ്പെടുത്തിയിട്ട് കെട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ആദവനാട് വീട്ടിൽ പോയി 3 കുട്ടികൾ വിവാഹപ്രായത്തിലേക്ക് കല്യാണം കഴിക്കാൻ കഴിയാതെ അതിൽ SSLC പാസ്സായ കുട്ടികളൊക്കെ കൂടുതൽ പഠിക്കാൻ പൈസയില്ലാത്ത പഠിപ്പിച്ചു. അത് നാട്ടിൽ അന്ന് ഈ കസേര പ്ലാസ്റ്റിക്കിന്റെ മൊടിയിലെ ജോലി അത് ചെയ്തിട്ടാണ് അമ്മ കുട്ടികളെ കുടുംബം കഴിച്ചത്. കസേര തിരക്കാക്കുണ്ട്. അപ്പൊ ഉമ്മ ഈ ജോലി ചെയ്തിട്ട് ഇങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചു. കുട്ടികളുടെ ഭക്ഷണം കൊടുക്കാൻ ഈ ചെന്ന് ഉമ്മാക്ക് ഒരു വിഷമാണ്. എന്റെ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു കുട്ടീനെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കാതെ വരുമ്പോൾ ഉമ്മ അങ്ങനെ സഹിച്ചില്ല. പക്ഷെ മോള് പറഞ്ഞു ഉമ്മ ഇത്ര സമ്മതമാണ്. ആ മോളുടെ സമ്മതം കൊണ്ട് ആ കുടുംബം കുറിച്ചു വീടാൻ നല്ലൊരു വീട് വിളിക്കാനാക്കി കൊടുക്കും. മറ്റു കുട്ടികളെ ഇങ്ങനെ കെട്ടിച്ചു ആ കുട്ടിയെ എങ്ങനെ കെട്ടിക്കൊടുക്കും. ഇപ്പൊ ആ കുട്ടിക്ക് ജനിച്ച ഒരു കുട്ടി ഇന്ന് ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത്. ആ സംസാരശേഷിയില്ലാത്ത അംഗവൈകല്യനായി ഭിന്നശേഷിക്കാരനായി കഠിനാസനത്തിൽ അങ്ങാടിയിലൂടെ നടത്തിയിരുന്ന പയ്യന് 2 കുട്ടികൾ കൈ കഴിയില്ല തോന്നുള്ളൂ.
അത്ര സൗകര്യം. അതിൽ ഒരു കുഞ്ഞിപ്പന്നി ലണ്ടനിലാണ്. ഒരു ഉമ്മാന്റെ ആത്മവിശ്വാസത്തിന്റെ ഉദാഹരണം ഞങ്ങളുടെ മുന്നിൽ പറഞ്ഞു. അതുകൊണ്ട് എന്റെ കുട്ടിക്ക് സംസാരശേഷിയില്ല, കാഴ്ചയില്ല, കൈയില്ല, കാലില്ല എന്ന് കരുതിയിട്ട് ആരും കുട്ടികൾ നമ്മുടെ ശിക്കാവ് ഞാൻ പറയുന്ന അള്ള നമുക്ക് തന്നത് സമ്മാനമായി കൊടുക്കണം. ഓരോ കുഞ്ഞും നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങളാണ്. ദൈവം അങ്ങനെയാണ് നമുക്കാണ് നമ്മുടെ സിട്ടാവ്, നമ്മളൊക്കെ ജനിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് എന്റെ കുട്ടിക്ക് ഒരു കുറവുണ്ട് എന്നല്ല കരുതല്ലേ. എന്റെ കുട്ടിക്ക് ഇതാണ്, എന്റെ കുട്ടി ഇങ്ങനെയാണ്, ഇതാണ് എന്റെ കുട്ടി. നമ്മളെക്കാൾ പെങ്ങളെക്കാളൊക്കെ ഇവിടെ ഇരിക്കുന്ന നമ്മളെക്കാൾ സൗന്ദര്യവും ബുദ്ധിയും ആരോഗ്യവും കഴിവും ശേഷിയുമുള്ള ആളുകൾ ലോകത്തില്ലേ. നമുക്ക് അവരോടൊപ്പം എത്താൻ കഴിയുന്നുണ്ടോ? ഞാൻ വളരെ പരിമിതനായ കഴിവുകളുള്ള വലിയ കഴിവുകളൊന്നും ഇല്ലാത്തതാണ് എനിക്ക് എന്നെ പറ്റിയത്. എന്നെക്കാൾ എത്രയോ ബുദ്ധിയുള്ള, വിവരമുള്ള, വിവേകമുള്ള, പണമുള്ള, സ്വാധീനമുള്ള, ആരോഗ്യമുള്ള ആളുകൾ നാട്ടിലില്ലേ. എന്റെ അമ്മയുടെ അമ്മയും വിചാരിക്കാണ് ഓരെക്കാൾ ബുദ്ധിയിൽ കുട്ടിണ്ടായിരുന്നല്ലോ, പക്ഷെ എനിക്ക് അങ്ങനെ ബുദ്ധിയിൽ കുട്ടിയെ തന്നില്ലല്ലോ എന്ന് എന്റെ അമ്മയും ബാക്കി നശിപ്പിച്ചൊരു കാര്യമാണ് ഉണ്ടോ? ഇല്ല. അപ്പൊ അതൊന്നും ഓരോന്നും കണക്കാക്കില്ല. അപ്പൊ അതുകൊണ്ട് ആരും നശിപ്പിക്കണം. കിട്ടിയതിനെ നന്നായി ഉപയോഗപ്പെടുത്തുന്നു നമ്മൾ ചെയ്യാം. ചില പറമ്പില് കപ്പ നട്ടാൽ അതിന് ഒരു 5 കിലോ കൂട്ടോ, അതിന് ഒരു കപ്പ ഒരു മൂന്നിൽ കുറച്ചുണ്ട്, 5, 6, 10 ഒക്കെ കുറച്ച്. ഞാൻ നട്ട ഒരു കപ്പന്റെ കൂടി കുറച്ച് ഒറ്റ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 100-200 ഗ്രാമില്. ഞാൻ ബുദ്ധിച്ച കാര്യമില്ല. ഇന്ന കപ്പ കൊമ്പിനി അത്ര നല്ല കപ്പ, അതിനേക്കാൾ ആരോഗ്യമുള്ള കപ്പ ഞാനെ കുടിച്ചിട്ടുണ്ട്. പക്ഷെ വിഭവം ഉണ്ടായി എനിക്ക് കുറവാണ്, ഓർക്കാൻ മെച്ചം. ഞാൻ കുട്ടിക്കാലത്ത് സ്കൂൾ പോണ കാലത്ത് ചൂടരുത് തോടിന്റെ മുമ്പ് കൊടുക്കുന്നു. ഞാനിങ്ങനെ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒരു പരലിന്റെ ചൂടുമ്പോ കൊടുക്കാം. എന്റെ അവിടെ വീരാൻ കുട്ടി ഓൻ ഭയങ്കര സന്തോഷമായി. ഓൻ എങ്ങനെ കുടിച്ചാലും മതി 1 മണിക്കൂറാകുമ്പോഴത്തേക്കും ഓരോ ആ ക്ലാസ്സിക്കൽ കിച്ചരി കുറെ വീട്ടാം. ഓന് കഴിയുമ്പോൾ ഞാൻ കുറ്റപ്പെടുത്തി എനിക്ക് റബ്ബ് എന്റെ സിദ്ധാവ് കണക്കാക്കിയത്. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും ആരും പരിഭവപ്പെട്ടു. ആദ്യം ഉമ്മമാര്, പ്രത്യേകിച്ച് ഉമ്മമാര്, അതേപോലെ പാപ്പാര്, മാതാപിതാക്കന്മാർ കിട്ടിയത് അനുഗ്രഹമാണ് എന്ന് കരുതുകയും ഇതാണ് എന്റെ സമ്പത്ത് എന്ന് തിരിച്ചറിവും ആദ്യം നമുക്ക് ആത്മവിശ്വാസമില്ല. ഇതെന്റെ റബ്ബ് എന്റെ സിദ്ധാവിനെ പരാജയപ്പെടുത്തിയിരിക്കല്ല, എനിക്കെന്തോ ഒരു വലിയ വിജയം എനിക്ക് കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ഓരോ മാതാവും ഓരോ പിതാവും. അതാണ് ആദ്യത്തെ തുടക്കം വേണ്ടത് എന്നാണ് എനിക്ക് പറയുന്നത്. പിന്നെ അനുബന്ധമായി കിട്ടുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തു, നാട്ടുകാർ ചെയ്തു, പിന്നെ വേറെ ഒന്നും കൂടുന്ന ചില സംഗതികളാണ്. അതിന്റെ കാര്യത്തിലാണ് ഇപ്പൊ എന്നോട് എന്റെ സുഹൃത്തിനെ സംസാരിച്ചു പറഞ്ഞു, മസ്റ്ററിങ്ങിന്റെ കാര്യത്തിൽ ഇതിൽ വരാൻ കഴിയാത്ത, ഒപ്പിടാൻ കഴിയാത്ത, കൊണ്ടുപോകാൻ തന്നെ പ്രയാസപ്പെടാൻ അവരെ എങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്ന് എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞു. അതിനെപ്പറ്റി നിങ്ങളൊന്ന് നിയമസഭയിൽ വിളിക്കണം. ഞാൻ മസ്റ്ററിങ് തന്നെ വേണ്ടെന്ന് പറഞ്ഞു. അംഗപരിമിതർക്ക് മാത്രമേ അല്ല, ഭിന്നശേഷിക്കാർക്ക് മാത്രമല്ല, ഒരാൾക്കും വേണം. 80 വയസ്സും 90 വയസ്സുള്ള ആളുകൾ പെൻഷൻ വാങ്ങുന്നു. അവരെ താങ്ങി പിടിച്ചിട്ട് ആംബുലൻസിൽ വെച്ചിട്ട് മസ്റ്ററിങ്ങിന് കൊണ്ടുപോകണം. സമൂഹം തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് ഒരു ഭരണകൂടം ഉറപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മസ്റ്ററിങ് വേണ്ടി വരുന്നത്. അതിനൊക്കെ മരിച്ചിട്ടും ജീവനില്ലാത്തവരും പെൻഷൻ വാങ്ങുന്നുണ്ട്. അത് തടയാനല്ലേ മസ്റ്ററിങ്? 1, 2 അങ്ങനെ കേട്ട കുഞ്ചന്തം പേര് വർത്തമാനം ലക്ഷം മനുഷ്യർ കൂടുമ്പോഴതി ലക്ഷണമുള്ളവർ 1, 2 എന്നാണ് കുഞ്ചന്തം പേര് പറഞ്ഞതെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പിഴവ് ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അതിനെ അപമാനപ്പെടുത്തുന്ന സമൂഹത്തെയും അതുപോലെ കാണുകയാണ് ഒരു ഭരണകൂടം വേണ്ടത്. തെറ്റ് ചെയ്യുന്നവരെ പിടികൂടണം, അവരെ ശിക്ഷിക്കണം. അതിന് ഇവിടെ സംവിധാനങ്ങളിൽ നിന്ന് ആയമാരുണ്ട്, ആശാവർക്കന്മാരുണ്ട്, അംഗനവാടിയിലെ ആളുകൾ ഇതൊക്കെ ഇടപെടുന്നുണ്ട്, പഞ്ചായത്ത് സംവിധാനങ്ങളുണ്ട്, മെമ്പർമാർ, ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ ആരെങ്കിലും വാങ്ങുകയെങ്കിൽ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവരെ ശിക്ഷിക്കാൻ സംവിധാനം ഉണ്ടാക്കാം. ഒരു അംഗപരിമിതനായ ഒരു ഭിന്നശേഷിക്കാരൻ മരിച്ചിട്ടും മാതാപിതാക്കന്മാരും അവരുടെ പെൻഷൻ പറ്റുന്നുണ്ട്. അത് കണ്ടുപിടിച്ചാൽ ആ വിവരം റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതിന്റെ പേരിൽ അവിടുത്തെ ആശാവർക്കരെ സൂക്ഷിക്കണം. അവിടുത്തെ മെമ്പറെ, ഗ്രാമപഞ്ചായത്ത് മെമ്പറെ ചോദ്യം ചെയ്യണം. ഇത് നൽകിയ പഞ്ചായത്ത് സെക്രട്ടറിയെയും മറ്റുള്ള ആളുകളെയും ചോദ്യം ചെയ്യണം. മരണ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിലെ വരും, പഞ്ചായത്തിലേക്ക് നോക്കുക, അവിടെ കിട്ടേണ്ടത്. പിന്നെ എന്തിനാ ആളുകൾ വിശ്വസിക്കാത്ത? അപ്പൊ കള്ളത്തരം പഠിപ്പിക്കുന്ന നയമാണ് സർക്കാർ. അപ്പൊ ഈ മസ്റ്ററിംഗ് സംവിധാനം തന്നെ വേണ്ട, അത് ഉപേക്ഷിക്കണം. അതിനുവേണ്ടി കുറെ ഉദ്യോഗസ്ഥന്മാർ, കുറെ ആശാവർക്കന്മാർ മറ്റു ഡിഗ്രി നടത്തുക, അവരിങ്ങനെ ക്യാമ്പ്, അതിന് ഇവരിങ്ങനെ എത്രമാത്രം ഗവൺമെന്റിന് ചെലവിന്റെ 10 ഇരട്ടി ചെലവുണ്ട്. നമുക്ക് അവിടെ 2 ഉദ്യോഗസ്ഥന്മാരെ വെക്കുമ്പോൾ അവർക്ക് 2 ദിവസത്തെ
ഒരാൾക്ക് കൊടുക്കേണ്ടത് എങ്കിൽ അവിടെ 100 ആളുകൾ മസ്റ്ററിങ്ങിന് വരണമെങ്കിൽ ഈ പ്രായത്തിലെ പച്ചപ്പന്ന ആളുകൾ സ്വന്തം വരില്ലല്ലോ, ആരെങ്കിലും സഹായം വേണ്ട. ഒരു ദിവസം ഇങ്ങനെ വന്നാൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്നും പോകുമ്പോഴേക്ക് ആ ദിവസം ജോലി പോയില്ലേ, അയാൾ അതൊന്ന് കൂലി കിട്ടോ? ഈ സമയം പോയില്ലേ, അധ്വാനം പോയില്ലേ, 2 ആൾ മെനക്കാരുണ്ട്. ഇതിന് പേര് ആരെ കണക്കാക്കുന്നു? ഓരോ അങ്ങനെ 1 2 ആളുകൾ ചെയ്യുന്ന കള്ളത്തരത്തിന്റെ പേര് സമൂഹത്തിന് വലിയ നഷ്ടം വരും. അതുകൊണ്ട് ഈ തലനീക്ക നയങ്ങൾ ഭരണകൂടങ്ങൾ ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. മസ്റ്ററിംഗ് സംവിധാനങ്ങൾ പാടെ ഒഴിവാക്കും. അതുകൊണ്ട് ആ രീതിയൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ അതിലുള്ള തീരം തീരുമാനങ്ങൾ മാറ്റണം എന്ന് പറയുന്നത് ഈ വാദത്തിനൊപ്പം നിങ്ങൾ നിൽക്കണം. ആ രീതി ജനങ്ങൾക്ക് പല രീതിയിലാണ് നമ്മൾ സത്യസന്ധതയിലേക്കാണ് ഞങ്ങൾ കള്ളത്തരത്തിലേക്കല്ല. അപ്പൊ അതിന് തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാൻ. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കുട്ടികൾ നമ്മുടെ പൂമുട്ടുകളാണ്. അതിന്റെ സുഗന്ധവും അതിന്റെ ഭംഗിയും നിങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിന് ഒന്നിച്ചാസ്വദിക്കാൻ കഴിയും. ഇപ്പൊ നൂർ ജല എന്നുള്ള കുട്ടി പുറത്തു കയ്യില്ല, കാലുകൊണ്ട് നടക്കുമ്പോ പ്രശ്നമുണ്ട്. ആ കുട്ടിയെ കിട്ടിയതിൽ ആ കുടുംബം അഭിമാനിക്കരുത്. ദേശീയ പുരസ്കാരം കിട്ടിയ ആ കുട്ടി കഴിഞ്ഞ ആഴ്ചയിൽ നടൻ മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ ആ കുട്ടിയെ ആദരിച്ചു ഇല്ലേ? നൂർജലില്ല. നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ആ മാതാപിതാക്കന്മാരുടെ സന്തോഷത്തിന് അവിടെ നമ്മളെ കൊടുക്കേണ്ട കഴിവ്, ആ കഴിവുകൾ നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് അത് പരിപോഷിക്കും. ജന്മന നമ്മുടെ റബ്ബ് നമ്മുടെ സിദ്ധാവ് നമുക്കൊക്കെ ഇത്തരത്തിലുള്ള കഴിവുകളുണ്ട്. അത് നമ്മളിൽ അന്തർലീനമാണ്. അപ്പൊ മുലപ്പാൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ചിരിക്കും. അപ്പൊ ഒന്ന് കവിടത്തൊന്നുള്ളൂ, ഒന്ന് ഉമ്മ മാതാവ്. അവർ സന്തോഷം കൂടുതലാണ്. ഒരു 5 മിനിറ്റ് കൂടി പാടും. ചിലരിങ്ങനെ ഉള്ളിൽ ഉണ്ടാതെ എഴുതും വാലിച്ചു പോകും. അവിടെ ആ കാട്ടിക്കുള്ളിൽ കാലിട്ടടിക്കല്, കൈകൊണ്ടുള്ള മാന്തലി പിടിച്ചല്, കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും കൂടി വികൃതി, എന്തൊരു വികൃതിയാണ് ഈ കുട്ടി എന്നാ പറയുന്നത്. കുട്ടികളെ മുട്ടുകുത്തി തുടങ്ങുമ്പോൾ ചില നോട്ടം കാട്ടടി ഒക്കെ കണ്ടാൽ തന്നെ വലിയ ആനന്ദം. കുറച്ചും കൂടി മുട്ടുകുത്തി മുറ്റത്തൊക്കെ നടക്കാൻ തുടങ്ങി നിങ്ങളതിനെ അയ്യോട് കുത്തി കൊടുക്കും. കുട്ടികൾ മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചളി മണ്ണിങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ ഉമ്മ കുട്ടിവിടുന്ന വഴിക്ക് കുത്തി കൊടുക്കും. വെള്ളം കിട്ടിയിലേക്ക് മൂത്ര വെച്ചിട്ട് മുമ്പ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആണും പെണ്ണൊക്കെ ഇങ്ങനെ കുട്ടിവിടുന്നു. എന്താണ് അതിൽ കാണുന്നത്? നമുക്ക് കാണാനുള്ളത് കുട്ടികളിൽ നിർമ്മാണാത്മകത. കുട്ടികളിലെ ഒരു നിർമ്മാണാത്മകമായിട്ടുള്ള ഒരു കഴിവ് അവരുണ്ട് എന്നുള്ളതിന്റെ ബോധ്യപ്പെടുത്തലാണ്. കുട്ടികൾ കുസൃതി കളിക്കുന്ന പാൽ കുടിക്കുമ്പോൾ മടിയിൽ വെച്ച് ചില കോപ്പറാറ്റികൾ തമാശകൾ കളിക്കുന്നത് അവരുടെ സർഗാത്മകതയുണ്ട് എന്നതിന്റെ സൂചനയാണ്. അതുകൊണ്ട് അതിനെയൊക്കെ നിങ്ങൾ പരിപോഷിപ്പിച്ചുകൊണ്ട് കണ്ടെത്തി ഉയർത്തി കൊണ്ടുവരാനുള്ള പരിശ്രമം വേണം. ചില നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും, ചില കഴിയും. ഈ അടുത്ത് ഡൽഹിയിൽ ഒരു സ്ത്രീ കുഞ്ഞിനെ മടിയിൽ കിടത്തി ഒരു ശീലം മുമ്പിൽ നീച്ച് മാർബിളിൽ 2 കഷ്ടം മാർബിൾ കഷ്ടങ്ങൾ കൊട്ടി പാട്ട് വരും. 2 കൊല്ലം മുമ്പാണ്. അതുവഴി ഇങ്ങനെ വരുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ കണ്ടു. ഫോട്ടോഗ്രാഫർ അത് പകർത്തി അതിനെപ്പറ്റി അവിടുത്തെ പത്രങ്ങളിൽ ഒരു വാർത്ത കൊടുത്തു. പിറ്റേ ദിവസം അവിടുത്തെ പത്രങ്ങളിൽ വലിയ വാർത്തയായി. അപ്പൊ കുറെ വീഡിയോക്കാരും മാധ്യമക്കാരും ഒക്കെ ചെന്നു. പിറ്റേ ദിവസം ഇവരെ പകർത്തി അപരവാളികൾ ടെലിവിഷൻ വാർത്തയിൽ കൊണ്ടു. ഇവരെ തേടിപ്പിടിച്ച് ചില ആളുകൾ പാട്ട് കേൾക്കാൻ വന്നു. അവരെ പിടിച്ചുകൊണ്ട് ഇപ്പൊ ഹിന്ദി സിനിമ ഗായികമാരിൽ പിന്നണി ഗായികമാരിൽ ഒരാളാണ് ഡൽഹിയിലെ തെരുവിൽ നിന്നാണ് കൈപിടിച്ചു കയറുന്നത്. അവരുടെ സന്ദർഭവും ചില സമയവും ചില സാഹചര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പരിശ്രമിക്കാൻ, കഴിവുകളെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് പരിപാടിയുടെ നേതൃത്വം നടക്കുന്ന ഇത്തരത്തിലുള്ള പരിശീലന പരിപാടികളും അനുബന്ധ പ്രവർത്തനങ്ങളെയും ഞാൻ മുത്തക്കണ്ണം പ്രശംസിക്കുകയും ശ്ലാഘിക്കുകയും ചെയ്യുക. ഇതിനുവേണ്ടി അക്ഷരം എത്തിക്കുന്ന NCSC-യുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ അഭിവർദ്ധിച്ചു. ഇവിടെ എത്തിച്ചേർന്ന വിവിധ 7 ബ്ലോക്കുകളിലായി നിങ്ങൾ എത്തിച്ചേർന്നു. നിങ്ങളെ ഞാൻ ഒരു തിരൂക്കാരൻ എന്ന നിലയ്ക്ക് ഒരിക്കൽ കൂടി ഇവിടെ സ്വാഗതം ചെയ്യുക. ഞാൻ എല്ലാം പറഞ്ഞു. ജയ് ഹിന്ദ്.